പക്ഷെ ഭഗവാനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിളിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഭഗവത് ചൈതന്യം നമ്മളിൽ മാർഗം തെളിച്ചു തരും, നമുക്ക് ബുദ്ധി ഉണരും, അല്ലെങ്കിൽ നമ്മളിൽ മനസ്സ് താളപ്പിഴകളിലേക്ക് പോകും. കാരണം നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾ ആരും ഒരുപാട് ശതകോടീശ്വരന്മാരൊന്നും അല്ല, സാധാരണ മനുഷ്യരാണ് കൂടുതൽ വരുന്നത്. അവർ അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും അതുപോലെ തന്നെ അവരുടെ ദുഃഖങ്ങളുടെ ആഴവും ഒക്കെ കൊണ്ടിട്ട് അവർ വരുന്നതാണ് ഒരു സാന്ത്വനത്തിന് വേണ്ടി. അപ്പോൾ നമ്മൾ അവരോട് വലിയ ഒരു കടോൾ 100 രൂപ കടമുള്ള ആളെ ഒരു 10,000-ലേക്ക് നമ്മൾ തള്ളിവിടരുത്. നമ്മളിപ്പോൾ ഏതൊരു അസ്ട്രോളജറെ സമീപിച്ചാലും എല്ലാവരും അല്ലെങ്കിലും പൊതുവെ പൂജ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ പിന്നെ പൂജയിലാണ് അത് അവസാനിക്കുന്നത്. ഇപ്പം നമുക്കൊരു അസുഖം വന്നിട്ട് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയാൽ തന്നെ ആദ്യം മെഡിസിൻ, പിന്നെ ഇഞ്ചക്ഷൻ, ലാസ്റ്റാണ് സർജറി. പക്ഷെ ഇത് ആദ്യം തന്നെ സർജറി ചെയ്യണം എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമല്ലേ ശരിക്കും? പൂജ എന്നതുകൊണ്ട് ശരിക്കും ഒരു അസ്ട്രോളജർ എന്ന നിലയിൽ മാം എന്താ ഉദ്ദേശിക്കുന്നത്? പൂജകൾ മോശമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാവർക്കും പൂജ ചെയ്യാനിപ്പോൾ പറ്റില്ല. കാരണം സമയം, പിന്നെ ഫിനാൻഷ്യൽ, അത് വലിയൊരു ഘടകമാണ് ഇതിനകത്ത്. കാരണം ഇപ്പോൾ പൂജാ സാമഗ്രി, ചെറിയൊരു ഗണപതി ഹോമം തന്നെ നടത്താൻ തന്നെ 10,000 അതും ഇതുമൊക്കെ ഒരുപാട്, 10,000 മിനിമം. അപ്പം അങ്ങനെ പോകുന്നൊരു സ്ഥലത്ത് ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾക്കും ആഗ്രഹമില്ലേ, അയാൾക്കും അയാളുടെ കഷ്ടകാലമൊക്കെ ഒന്ന് തീർക്കണം, ഒന്ന് നല്ല രീതിയിലാകണമെന്ന് അയാളും ആഗ്രഹിക്കാം. അപ്പം അയാളോട്, ആ മനുഷ്യനോട് നമ്മൾ പറയുവാണ് ഇത്രയും വലിയ പൂജ ചെയ്താലേ താൻ രക്ഷപ്പെടുള്ളൂ എന്ന് പറയുമ്പോൾ പാവം അയാൾക്ക് എത്ര നിരാശയുണ്ടാവും. അപ്പം എൻ്റെ ജീവിതം ഇനി ഈ പൂജ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അയാൾ ഉണ്ടാക്കുന്ന എല്ലാ കാശും അയാൾ ഇതിനു വേണ്ടി വിനിയോഗിച്ച് അയാളുടെ മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള കടങ്ങളൊക്കെ വാങ്ങിച്ച് ഒക്കെ പൂജ ചെയ്യുന്നവരുണ്ട്. കാരണം അപ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് ചെയ്താൽ ഉടനെ തന്നെ ക്യുക്കായിട്ട് ഇപ്പുറത്ത് ഇൻസ്റ്റൻ്റ് ആണല്ലോ ഇപ്പം എല്ലാം, അങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നവരുമുണ്ട്. കാരണം ഈ പൂജ പറയാൻ പാടില്ല, ഞാനടക്കമുള്ള ആളുകൾ അങ്ങനെ പറയാൻ പാടില്ല. എന്നാൽ പോലും ചിലരെങ്കിലും ഇത് കച്ചവടവൽക്കരിക്കുന്നുണ്ട്. കാരണം ഒരു പൂജാ സ്റ്റോഴ്സുകാരനുമായിട്ട് അപ്പം അയാൾ പറയും എൻ്റെ കടയിൽ നിന്ന് വാങ്ങാൻ പറയണേ. അപ്പോൾ വേറൊരാൾ പറയും, പൂജാരി അല്ലെങ്കിൽ ഇത് ചെയ്തു കൊടുക്കുന്ന ആൾ പറയാം, അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ട് വരുവാണെങ്കിൽ ഈ പൂജ എനിക്ക് എഴുതണേ. ഇതിൽ നിന്നൊക്കെ ലാഭങ്ങൾ വാങ്ങാനായിട്ട് ഒരു കച്ചവട തന്ത്രം ഇന്ന് ഉണ്ട്, നിലവിലുണ്ട്. അങ്ങനെയാണ് എല്ലാവരും നമ്മൾ പറയാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ മാർഗതടസ്സം വരുന്നു, അപ്പം നമ്മൾ വേഗം ഒരു ഹോമം പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു. ഉണ്ട്, ഹോമങ്ങളൊക്കെ ഉണ്ട്, വഴിപാടുകളൊക്കെ ഉണ്ട്, വില കൂടിയതുണ്ട്. ഇപ്പം നാണം മറയ്ക്കാൻ നമ്മൾ ഡ്രസ്സ് ഇടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവർക്കും മോഹമൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ മിനിമം ഒരു സ്റ്റാൻഡേർഡ്, അതുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് പോകാം ഇല്ലേ? അപ്പം അതേപോലെ തന്നെ നമ്മുടെ കഷ്ടപ്പാടുകൾ മാറണം. അപ്പം നമ്മളും കൂടി മനസ്സമാധാനത്തോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ച് അതിനുള്ള ഒരു നെയ്വിളക്ക് ഭഗവാന് കത്തിച്ച് എൻ്റെ മാർഗം തെളിച്ചു തരണേ എന്ന് നിത്യേന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ഹോമത്തെ ഒഴിവാക്കാം നമുക്ക്. കാരണം ഹോമം ചെയ്യുന്നത് വേറൊരാളാണ്, ഒരു വ്യക്തിയാണ്. അയാളുടെ കടമകൾ അങ്ങനെ ചെയ്ത് പോവുകയാണ്. നമ്മുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിലാണ്. അതുകൊണ്ടാണ് പണ്ട് ആൾക്കാർ പറയും ഹോമങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കണം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് എന്നൊക്കെ പറയും. ഇത് കലിയുഗമാണ്. ഇവിടെ ഹോമവും മറ്റേ അതുപോലുള്ള സമയവും അതേപോലെ പൈസയും ഒക്കെ ചിലവാക്കി നമ്മുടെ ജീവിതം തന്നെ തുളച്ചു കളയേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് നാമസങ്കീർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ഭഗവാന്റെ നാമങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞുണർത്തിച്ചാൽ ഹോമത്തിന് തുല്യമാകും. ഇപ്പൊ മാമിന്റെ അടുത്ത് ഒരാള് സമീപിച്ചു കൺസൾട്ടേഷന്, അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരം സംസാരിച്ച് ആ വിഷയം അറിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മാം പൂജ ചെയ്യണം എന്ന് പറയും? ഒരിക്കലും പറയില്ല. കാരണം പിന്നെ നമ്മൾ ചിലരുണ്ട്, എന്ത് പൂജയാണ് നമുക്ക് ചെയ്യാൻ, ഞാൻ തയ്യാറാണ്, എനിക്ക് എൻ്റെ കാര്യം പെട്ടെന്ന് ചെയ്ത് കിട്ടണം, എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ ഇപ്പം ഞാൻ നെയ്വിളക്ക് കത്തിച്ച് വിഷ്ണുവിനോട് പ്രാർത്ഥിക്കുക, അതൊരു 12 ദിവസം 12 വ്യാഴാഴ്ച പോട്ടെ. 12 വ്യാഴാഴ്ച ഒന്നും പറ്റില്ല, ഒരു 12 മിനിറ്റ് കൊണ്ട് നടത്തണം, എന്തായാലും വേണ്ടിയില്ല, ചിലവ് എത്രയായാലും വേണ്ടിയില്ല, ഓക്കെ ആയോ, ഓക്കെ മതി, അതിനാരെങ്കിലും ഒരു പൂജാരിനെയൊക്കെ കണ്ടു തരണം, നല്ല ആളാവണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കും. അല്ല, ഭൂരിഭാഗം ആളുകൾ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം, ഒരുപാട് പൈസയും കാര്യങ്ങളും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, സമയമില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നവരോട് നമ്മളൊരു 5 മിനിറ്റ് പരിഹാരമാണ് ഈ ഭഗവാനെ വിളിക്കുക എന്ന് പറയണത്. ഇന്ന് കലികാലാണ്, കലിസന്ധാരണ മന്ത്രമാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കലി ബാധിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ നമ്മളെ രക്ഷിച്ച് കൊണ്ടുവരാൻ അത് മതി. നമ്മളെ മനസ്സിലെ നമ്മൾ ദൈവവുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു വള്ളിയാണ്, അതേ പിടിച്ച് നമുക്ക് കയറാം.
അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ ചൊല്ലി ചൊല്ലി ഒരു 108 ആദ്യം ഒരു 21 തവണ ചൊല്ലുക. അപ്പോൾ അയാളിൽ ചില ചലനങ്ങൾ ഉണ്ടാകുന്ന അയാൾ തന്നെ തിരിച്ചറിയുകയാണ്. പിന്നെ അതിൻ്റെ എണ്ണം കൂട്ടി ഒരു 108 ആക്കാൻ പറ്റിയാൽ ദിവസം അങ്ങനെ ചൊല്ലി ചൊല്ലി വരുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പവർ എന്താണെന്ന്. വേറൊരാളിരുന്ന് നമുക്ക് വേണ്ടി എന്തെങ്കിലും കാണിക്കുന്നതിന് പകരം നമ്മൾ തന്നെ പറയില്ലേ, ഇവനൊരു വഴിപാടായിട്ട് ഇതൊക്കെ ചെയ്യുന്നു, ഒരാത്മാർത്ഥതയില്ലാന്ന് നമ്മളൊന്നും അറിയാതെ നമ്മൾ. അപ്പോൾ വഴിപാട് എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന, പണത്തിനെ മോഹിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയുടെ ഭാഗമായിട്ടോ ചെയ്യുന്നതിനേക്കാൾ നല്ലത് എൻ്റെ അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടാകാം. എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സർപ്പിച്ച് നമ്മുടേതായ രീതിയിൽ എളിമയോട് രീതിയിൽ എല്ലാ വലിയ പരിഹാരങ്ങൾക്കും തുല്യമായ സിമ്പിൾ പരിഹാരങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കേ ചെയ്യുള്ളൂ. കാരണം അവർക്ക് ജീവിക്കണ്ടേ. എല്ലാ പൈസയും പൂജ ചെയ്യുന്നുണ്ടോ എന്ന് പോലും ഉറപ്പില്ല. പൂജ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനും നമുക്ക് നേരെയില്ല. പിന്നെ നമ്മളിത് പറഞ്ഞ പോലെ ഇപ്പൊ 100 രൂപയുടെ ഒരു തുണിയായിരിക്കും, നമ്മൾ നന്നായിട്ടൊക്കെ കാണിച്ചിട്ട് ഇതിന് ഒരു 1000 രൂപയാണ്, ഇത് ഇന്ന ആൾ കൊടുത്തതാണ്. മാർക്കറ്റിംഗ് നല്ല ചെയ്യുന്ന തന്ത്രമുള്ള ആളാണെങ്കിൽ 1000-ന് വിറ്റ് പോകും. അത് അയാളുടെയും കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല. പിന്നെ മനസാക്ഷി എന്ന് പറയുന്ന സംഭവം എല്ലാ മേഖലകളിലും ഇപ്പൊ നശിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തില് ഇങ്ങനെയൊക്കെയുള്ള തന്ത്ര പണികളൊക്കെ നടക്കും. പക്ഷെ ഇതൊരു ദൈവത്തെ അല്ലേ, ശരിക്കും ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു തിരിച്ചടി കിട്ടില്ലേ എന്നെങ്കിൽ ഉറപ്പാണല്ലോ. അതാണല്ലോ നമ്മളിപ്പോ ന്യൂട്ടന്റെ സിദ്ധാന്തമൊക്കെ പറയണ പോലെ തന്നെ എല്ലാ ആക്ഷനും ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അത് ന്യൂട്ടൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ പൂർവികമായ മുനിമാര്യന്മാരും എല്ലാവരും ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇപ്പൊ കലികാലം നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാം, ഇങ്ങനെയൊക്കെ ചെയ്ത് വലിയ നെയിം, ഫെയിം, പവർ, മണി ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാര് നാളെ അവരുടെ ഗതി എത്രത്തോളം ദുഷ്കരമായി പോകുന്നു നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്നതേ ഉള്ളൂ. കാരണം ഇത് ഒരാളുടെ കണ്ണുനീരിന്റെ അല്ലെങ്കിൽ ഒരാളുടെ പ്രയത്നത്തിന്റെ ഫലം കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു കൊട്ടാരം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അത് ആരായാലും, അസ്ട്രോളജർ ആയാലും ആരായാലും അതിനൊക്കെ ഒരു നീതിന്യായമൊക്കെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾ ആരും ഒരുപാട് ശതകോടീശ്വരന്മാരൊന്നും അല്ല, സാധാരണ മനുഷ്യരാണ് കൂടുതൽ വരുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും അതുപോലെ തന്നെ അവരുടെ ദുഃഖങ്ങളുടെ ആഴവും ഒക്കെ കൊണ്ടിട്ട് അവർ വരുന്നതാണ് ഒരു സാന്ത്വനത്തിന് വേണ്ടി. അപ്പോൾ നമ്മൾ അവരോട് വലിയ ഒരു 100 രൂപ കടമുള്ള ആളെ ഒരു 10,000-ലേക്ക് നമ്മൾ തള്ളിവിടരുത്. ആ 100 രൂപയ്ക്ക് മുകളിലേക്ക് അയാളെ ഒരു ആസ്തിയുള്ള ലെവലിലേക്ക് ആക്കാനായിട്ട് അയാൾക്കൊരു മനധൈര്യവും അയാൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മധൈര്യവും ഒക്കെ കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങൾ മതി. അതിലൂടെ നമുക്ക് ആരാ പറഞ്ഞത് ചെറിയ പരിഹാരങ്ങൾക്ക് ശക്തിയില്ല, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയില്ല? പ്രാർത്ഥനകൾക്കാണ് കലിയുഗത്തിൽ ശക്തി, നാമസങ്കീർത്തനങ്ങൾക്കാണ് ശക്തി. മറ്റു പൂജകളെയും ഹോമങ്ങളെയും ഒക്കെ ഉപരിയായിട്ട് നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ വിളിക്കുക, ആവുന്നത്രയും മനസ്സറിഞ്ഞ് നമ്മുടെ ദുഃഖങ്ങൾ നമ്മൾ വേറൊരാളോട് പോയി പറഞ്ഞാൽ അയാൾക്ക് തോന്നിയതല്ലേ അയാൾ പറഞ്ഞു തരുന്നത്. പക്ഷേ ഭഗവാനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിളിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഭഗവത് ചൈതന്യം നമ്മളിൽ മാർഗം തെളിച്ചു തരും, നമുക്ക് ബുദ്ധി ഉണരും, നമ്മുടെ മാർഗം നമുക്ക് തന്നെ മനസ്സിലാവും. ഞാൻ ഇന്നത് ചെയ്താലാണ് പോകുക, അല്ലെങ്കിൽ നമ്മളിൽ മനസ്സ് താളപ്പിഴകളിലേക്ക് പോകും. അപ്പോൾ ഈ ചെറിയ ചെറിയ വഴിപാടുകൾ കൊണ്ടും ചെറിയ ചെറിയ പ്രാർത്ഥനകൾ, ചെറുതെന്ന് നമുക്ക് തോന്നുന്നതാണ്, സോ പവർഫുൾ, അതെല്ലാം പവർഫുള്ളാണ്. അങ്ങനെയുള്ള ഇതിലൂടെ നമുക്ക് ഒരു ജനതയെ രക്ഷിച്ചെടുക്കാൻ പറ്റും. മറ്റ് ഇപ്പം ഈ നമ്മുടെ കൂടുതലും വരുന്നത് ഹിന്ദു മതത്തിലാണ് കൂടുതൽ ഈ പൂജകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ പറയുന്നത് എന്തായിരിക്കും, അയ്യോ ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമുക്കിങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ ഇത്ര ഇത് ചെയ്താൽ മതി കേട്ടോ. ഈസിലി അതിലേക്ക് പോകും. അവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനം, നമുക്ക് വേണ്ടത് മനസ്സമാധാനം. നമ്മൾ ഒരാളെ സമീപിക്കുമ്പോൾ അയാൾ പറയാൻ 1,00,000 രൂപ മനസ്സമാധാനത്തിനുള്ള പൂജ ചെയ്യാമെന്ന്. വേറൊരു കൂട്ടർ പറയുന്നത് ഇതൊന്നും ഇല്ല കേട്ടോ, ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ജപിച്ചാൽ മതി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങോട്ടൊഴുകും. താങ്ക് യു. അതാണ്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.